ഫൈറ്റിംഗ് ഒക്കെ പഠിക്കുവാനായിട്ടായിരുന്നു സ്റ്റഡി ഗ്രൂപ്പിൽ ചേരുവാനായിട്ട് ജൂൺ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗാമനും അവനെ പുറത്താക്കുകയാണ്. ഇവിടെ പഠിക്കുവാനായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഗാമൻ പറയുമ്പോഴത്തേക്കും മറ്റു മാർഗങ്ങളൊന്നുമില്ലെങ്കിൽ ഞാനും പഠിക്കുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ ജൂണും പറയുന്നു. അവൻ പഠിക്കുവാനായിട്ട് തയ്യാറായതുകൊണ്ട് തന്നെ ഗാമിനെയും ജൂണിനെ അകത്തേക്കൊക്കെ ക്ഷണിക്കുന്നു. മാത്രമല്ല, ഞങ്ങൾ ലീനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോവുകയാണ്. ഈ ഒരു സമയത്ത് നീ ഇതൊക്കെ ചെയ്തു നോക്കണമെന്ന് പറഞ്ഞ് കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ജൂണിന് ചെയ്യുവാനായിട്ട് അവർ കൊടുക്കുന്നുമുണ്ട്. ജൂണും അതൊക്കെ ചെയ്ത് തീരാറാകുന്ന സമയത്താണ് നീ ഗാമിനല്ലേ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നീ എന്റെ കൂടെയൊക്കെ വരണമെന്ന് ഒരാളും ജൂണിന്റെ അടുത്തൊക്കെ വന്ന് പറയുന്നത്. ജൂണും താൻ ഗാമനാണെന്നൊക്കെ പറഞ്ഞ് അയാളുടെ കൂടെയും പോകുന്നു. ടീനെ കാണുവാനായിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഒക്കെ വന്നിട്ട് നീ എന്തിനാണ് യൂസിങ് ടെക്നിക്കൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുന്നു. യോൺബേക്ക് എന്ന ഗ്യാങ്ങിന്റെ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ജൂണിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കാണ് ഇതിനു മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ അവനും ഓർക്കുന്നത്. ജൂൺ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുറേയധികം കുട്ടികൾ കൂടി അവനെ ഇടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ആന്റി എന്ന ഒരു ഫ്രണ്ടൊക്കെ ആയിരുന്നു അവനെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ എന്തുകൊണ്ടാണ് ഒട്ടും തന്നെ സ്ട്രോങ് അല്ലാത്തതെന്നൊക്കെ ജൂൺ ആന്റിയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നീ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോഴത്തേക്കും നീ സ്ട്രോങ് ആകുന്നതായിരിക്കുമെന്നും ഉറപ്പായിട്ടും ഒരു ദിവസം നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന വിശ്വാസമൊക്കെ എനിക്ക് ഉണ്ടെന്നുമായിരുന്നു ആന്റി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുവരെ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാമെന്നൊക്കെ ആന്റി അവന് വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വലുതായ സമയത്ത് അവന് യോൻബെക് ഗാങ്ങിലേക്കൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നീ എന്നെ അന്വേഷിച്ച് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആന്റിയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ യോൻബെക്ക് ഗാങ്ങിന്റെ അടുത്തേക്കാണ് ജോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആയിരുന്നു അവന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നതും. യോൻബെക്ക് ഗാങ്ങിലേക്ക് ആൾക്കാരൊക്കെ സെലക്ട് ചെയ്ത് എടുത്തതിന് ശേഷം അവർക്ക് ട്രെയിനിങ്ങും മറ്റുമൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്. അവന്റെ പേരാണ് ഓരോ സ്കൂളിലും ടോപ്പ് 3 ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഈ ഒരു ടെസ്റ്റിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഓരോ സ്റ്റുഡന്റിനും വെറും ഒരേ ഒരു ചാൻസ് മാത്രമായിരിക്കും കിട്ടുക. ടെസ്റ്റ് എന്താണെന്നൊക്കെ ഓയും പറഞ്ഞു കൊടുക്കുന്നു. അവൻ നിൽക്കുന്ന അവിടെ നിന്നും കുറച്ച് ദൂരെയായിട്ടൊരു കാറൊക്കെ കിടപ്പുണ്ട്. ആ ഒരു കാറിന്റെ മുകളിൽ ഒരു കീയും ഉണ്ട്. ഇവൻ അവിടെ നിന്നും ആ ഒരു കാറിന്റെ കീ ഒക്കെ എടുക്കണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ യോൻബൈക്ക് ഗാങ്ങിൽ അവന് സെലക്ഷൻ കിട്ടിക്കും. അതിനോടൊപ്പം തന്നെ ആ ഒരു കാർക്ക് അവന് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ സിമ്പിൾ ആയിട്ട് പോയി കീ ഒന്നും എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിന് തടസ്സം നിൽക്കുവാനായിട്ട് 3 പേരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ 3 പേര് പുതിയതായിട്ട് യോൻബെക്ക് ഗാങ്ങിൽ ചേർന്ന ആൾക്കാരൊക്കെയാണ്. ജൂണും എന്തായാലും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. ഗാവനും ടീമും ഇപ്പോൾ തിരിച്ച് ലൈബ്രറിയിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിലും അവിടെ ജൂണിനെ കാണാത്തത് കൊണ്ട് തന്നെ അവന് പഠിക്കുവാനായിട്ട് താല്പര്യമില്ലാതെ ഇറങ്ങിപ്പോയെന്നൊക്കെയാണ് അവർ കരുതുന്നത്. പക്ഷെ ലീനെ കാണുവാനായിട്ട് ചെന്ന സമയത്ത് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള 5 പേരെയും കിട്ടിയെന്നായിരുന്നു അവർ ലീഡ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അവനും ബ്രെയിനൊക്കെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു സപ്ലിമെന്റ് കൂടി മേടിച്ചിട്ടാണ് ഇപ്പോൾ ഗാമിൻ എത്തിയിട്ടുമുള്ളത്. എന്തായാലും അവനെ നഷ്ടമായല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോഴത്തേക്കുമാണ് അവിടേക്ക് യോബ് കൂടി വരുന്നത്. യഥാർത്ഥത്തിൽ ജൂണിനെ ഇതുപോലെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നത് യോബ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. യോൻബേക്ക് ഗാങ് ജൂണിനെ ഇടിച്ച് ഒരു പരുവത്തിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ടെക്നിക്കൽ സ്കൂളിലെ ഫൈറ്റിംഗിൽ നമ്പർ 1 ആയിട്ടുള്ള സ്റ്റുഡന്റ് എന്ന രീതിക്കൊക്കെ ആയിരുന്നു ഗാമിനെ കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരുടെയും തല്ലൊക്കെ കൊണ്ട് കിടക്കുന്ന ജൂണിനെ കാണുമ്പോഴത്തേക്ക് നീ ശരിക്കും ഗാമൻ തന്നെ ആയിരുന്നോ എന്നൊക്കെ ഓയും ചോദിക്കുന്നു. എന്തായാലും ഇവരുടെ ടൈമൊക്കെ ഒരുപാട് വേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ജൂണിന് മറ്റൊരു പണിഷ്മെന്റ് കൂടി കൊടുക്കാമെന്ന രീതിക്കൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴേക്കും ഗാമിനും യോബും ജീവവും കൂടി അവിടേക്ക് വരുന്നു. നേരത്തെ ജൂണിന് ചെയ്യുവാനായിട്ട് ഗാമിനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ പേപ്പറുമായിട്ടാണ് ഗാമിൻ എത്തിയിട്ടുള്ളത്. എന്തായാലും അവൻ ഈ ചെയ്ത ആൻസേഴ്സ് ഒക്കെ വെച്ച് നോക്കിയിട്ട് അവനെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ചേർത്തിരിക്കുന്നുവെന്ന് ഗാമിനും പറയുന്നു. മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഇതുപോലെ ഇടിച്ചിട്ടതിന്റെ പേരില് നിങ്ങൾക്കൊരു നാണവും തോന്നുന്നില്ലേ എന്നൊക്കെ ആയിരുന്നു ജീവവും ഓയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് ഗാമിനാണെന്നുള്ള കാര്യമൊക്കെ ഓയ്ക്കും മനസ്സിലാകുന്നു. അങ്ങനെ ഇരിക്കെ ജൂണിനെ തന്റെ അടുത്തേക്കൊക്കെ ഗാമിന് വിളിക്കുന്നുണ്ടെങ്കിലും ജൂൺ അവന്റെ അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ ചവിട്ടേക്ക് നിർത്തിയിരിക്കുകയായിരുന്നു. യോൻബെക്ക് ഗാങ്ങിന്റെ ഭാഗമാക്കുവാനായിട്ടുള്ള ഈ ഒരു ടെസ്റ്റിൽ നീ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജൂണിനെ കൂട്ടിക്കൊണ്ട് പൊക്കോ എന്നൊക്കെ ആയിരുന്നു ഗാമിന്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷനിലൊക്കെ നിന്നുകൊണ്ട് ഡിറ്റക്റ്റീവ് കൂടെ ഉണ്ടായിരുന്ന ഓഫീസറുടെ അടുത്തൊക്കെ സംസാരിക്കുകയാണ്. ഹാനുളിനെ പിടിച്ചോണ്ട് വന്ന ആ നിമിഷം തന്നെ ഹാനുൾ സിമ്പിൾ ആയിട്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയതായിട്ട് അപ്പോയിന്റ് ആയി വന്ന ഓഫീസറാണ്. അങ്ങനെ ഇരിക്കെ എന്റെ പേര് പോലും അവൻ അറിയാമായിരുന്നു. ഇതിലൊക്കെ എന്തോ ഒരു പ്രശ്നമൊക്കെ ഇല്ലേ എന്നൊക്കെ ഡിറ്റക്റ്റീവ് ചോദിക്കുമ്പോഴത്തേക്കും അവൻ വെറും ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് മാത്രമല്ലേ, നീ അതിനെ അങ്ങനെയൊക്കെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസറും പോവുകയാണ്. ഈ ഒരു ഡിറ്റക്റ്റീവ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പേടിച്ചു നിന്നിട്ടുണ്ടായിരുന്ന സെഹ്യോനെയും ഹിവോണിനെയും ശ്രദ്ധിക്കുകയാണ്. ശരിക്കുമുള്ള കുട്ടികള് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോലീസ് സ്റ്റേഷനിലൊക്കെ വരിക എന്നൊക്കെ അവനും ഓർക്കുന്നു.
നമ്മുടെ ഗാമനും ടീമും ഒക്കെ ഗുണ്ടകളുടെ അടുത്തേക്കാണല്ലോ പോയിട്ടുള്ളത്. സോ അതിനെക്കുറിച്ചൊക്കെ പോലീസിന്റെ അടുത്ത് പറയുവാനായിട്ടായിരുന്നു ഇവർ വന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്തായാലും ആ ഗുണ്ടകളുടെ അത്ര ഒന്നും നമുക്ക് പോലീസിനെ പേടിക്കേണ്ടതായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പോലീസിന്റെ അടുത്തും കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് സെഹ്യൂണും ഹ്യൂണും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. ഗാമന്റെ അടുത്ത് നീ നിന്നെ ഒന്ന് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ജീവും ഫൈറ്റ് ഒക്കെ ചെയ്യുവാനായിട്ട് പോവുകയാണ്. ജീവു അങ്ങനെ ഒരാളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും യോബു മറ്റൊരാളുടെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ആള് കയ്യിൽ കത്തിയൊക്കെ വെച്ചിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കയ്യിൽ കത്തിയുള്ള ആളായിരിക്കും ഏറ്റവും ഒടുവിലായിട്ട് വിജയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓവർ കോൺഫിഡൻസിലൊക്കെ ആള് നിൽക്കുമ്പോഴത്തേക്കും ഗാമനു കയ്യിലുണ്ടായിരുന്ന പേപ്പറൊക്കെ ചുരുട്ടി വെച്ചിട്ടായിരുന്നു അയാൾക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് അവനെ ഇടിച്ച് തോൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കത്തിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ളത് അറിവാണെന്നൊക്കെ പറഞ്ഞ് ഗാമന് നിൽക്കുന്നു. ജീവും ഫോർ ഐഡ് സൈക്കോ എന്ന പേരൊക്കെയാണ് ഗാമൻ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഗാമൻ നേരെ ചെന്ന് ഓയ്ക്കിട്ട് ഇടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഓം ആ ഒരു പഞ്ചിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അവൻ ആരെങ്കിലും തല്ലുവാനായിട്ട് പോകുന്ന സമയത്ത് അവന്റെ പഞ്ചിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജീവും പറയുകയാണ്. ഓ ഗാമനിട്ട് ഒരു ഇടിയൊക്കെ കൊടുക്കുന്നു. രണ്ടാമതായിട്ട് ഗാമൻ അവനെ ചവിട്ടാനായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അവനും കുറച്ചുകൂടി പിന്നോട്ട് മാറിയിട്ട് വീണ്ടും ഗാമനിട്ട് ഇടിക്കുകയാണ്. ജൂണിനിട്ട് ഒരുപാട് ഇടിയൊക്കെ കിട്ടിയിട്ടാണല്ലോ അവൻ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കെ അവനിട്ട് ചവിട്ടൊക്കെ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗാമനും ഓയുടെ കയ്യിൽ നിന്നും ഒരു ഇടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു ഇടിയൊക്കെ ഗാമനിട്ട് കൊടുക്കുവാനായിട്ട് ഓയും പിന്നോട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. സോ ജൂണിന്റെ ശരീരത്ത് നിന്ന് കാലൊക്കെ എടുക്കുവാനായിട്ടായിരുന്നു ഗാമനും ഓയുടെ കയ്യിൽ നിന്നും തല്ലൊക്കെ മേടിച്ചത് പോലും. നിലവിലുള്ള യോൻബെക്ക് ഗാങ്ങിലെ 3 പേരെയും തല്ലിയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇനി കൂടി അവശേഷിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികൾ 3 പേരും കൂടി ചേർന്നിട്ട് ഓയുടെ അടുത്തും ഫൈറ്റ് ചെയ്യുന്നു. നിനക്കൊരു കാര്യം അറിയാമോ? നീയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ജൂൺ ഇവിടെ വന്ന് ഈ തല്ലെല്ലാം തന്നെ മേടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ജൂണിനെ ശരിക്കും ഫൈറ്റ് ചെയ്യുവാനായിട്ടൊന്നും അറിയുകയില്ലെങ്കിൽ പോലും നിന്റെ വഴിക്ക് തടസ്സമായിട്ടൊക്കെയാണ് അവൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നീ എന്തിനാണ് അവന് വേണ്ടിയിട്ട് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്കാലത്തെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഗാമനും ഓർക്കുന്നു. ഗാമനും ജിം ട്രെയിനറുടെ അടുത്ത് ഒരു ഇടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സാധാരണ ഇടിക്കുന്ന രീതിക്കൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ട്രെയിനർ ചോദിക്കുന്ന സമയത്ത് ഗാമനും അവന്റെ ആൻസർ ഷീറ്റൊക്കെ ആയിരുന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവന് വെറും 8 മാർക്ക് മാത്രമായിരുന്നു ആ ഒരു എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് മാർക്കൊന്നും കൂടാത്തതെന്നൊക്കെ ട്രെയിനറുടെ അടുത്ത് ഗാമൻ ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് കൂടുതലായിട്ടൊക്കെ വർക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചേനെ. നിനക്ക് മാറ്റങ്ങൾ പോലും വരുത്തുവാനായിട്ട് കഴിഞ്ഞേനെ എന്നൊക്കെ ട്രെയിനറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണതെന്ന് ഗാമൻ വീണ്ടും വീണ്ടും ട്രെയിനറുടെ അടുത്തും ചോദിക്കുന്നു. നേരത്തെ ജൂണിന് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ അവർ നോക്കിയ സമയത്ത് അവന്റെ മാർക്കൊക്കെ കണ്ടിട്ട് അവൻ നല്ലൊരു മത്സരാർത്ഥിയാണ് എന്ന് ഗാമനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും ഊഹിച്ച് ഏതെങ്കിലും ഒരു ഉത്തരം എഴുതുവാനായിട്ട് ആയിരുന്നില്ല ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. വളരെയധികം കഷ്ടപ്പെട്ടാണ് അവനും അതെല്ലാം തന്നെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മനസ്സിലാക്കിയ ഗാമനും ഇപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച വ്യക്തിനെ എനിക്ക് കിട്ടിയതെന്നൊക്കെ പറയുന്നു. ജൂൺ ഒരിക്കലും എന്റെ വഴിക്ക് തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് അവൻ ഒരു എതിരാളിയാണെന്നുള്ള രീതിക്കൊക്കെ ഗാമനും സംസാരിക്കുന്നു. അപ്പോഴാണ് പണ്ട് ആന്റി തന്നെ ഒരു എതിരാളിയായിട്ടൊന്നും കണക്കാക്കുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ജൂൺ ഓർക്കുന്നത്. ഗാമന് തന്നിൽ ഒരുപാട് വിശ്വാസം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന ജൂണിനും ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നു. എന്റെ അങ്കിൾ എനിക്കൊരു ടെക്നിക്കൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെയധികം അപകടകരമായിട്ടുള്ളത് കൊണ്ട് തന്നെ എന്നോടത് ഉപയോഗിക്കരുതെന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ ഞാനത് ഉപയോഗിക്കാനായിട്ട് പോവുകയാണെന്നൊക്കെ ഗമൻ പറയുമ്പോഴത്തേക്കും കുട്ടികൾ അങ്ങനെ അപകടകരമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് പാടില്ല എന്ന രീതിക്കായിരുന്നു സംസാരിച്ചത്. പക്ഷെ ആ ഒരു ടെക്നിക്ക് ചെയ്യുന്നത് വഴി എനിക്കായിരിക്കില്ല, മറിച്ച് നിങ്ങൾക്കാർക്ക് അപകടമൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിൾ, അതായത് ട്രെയിനർ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ടെക്നിക്കൊക്കെ ഇപ്പോൾ ഗാമനും ഉപയോഗിക്കുകയാണ്. അതാണ് വൺ സൈഡ് അറ്റാക്ക്. വൺ സൈഡ് അറ്റാക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താണ് നടന്നതെന്ന് അറിയാതെയൊക്കെയോ നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവനായിട്ട് ഒരുപാട് ഇടിയൊക്കെ ഒന്നിച്ചിടിക്കുകയാണ് ഗാമനും. അങ്ങനെ ഗാമൻ അവനെയും കിടപ്പിലാക്കുന്നു. ഈ ഒരു സമയത്ത് ഓയുടെ അടുത്തൊരു കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് യോബ് നടന്നു വരുമ്പോഴത്തേക്കും കാറൊക്കെ സ്റ്റാർട്ട് ആകുന്നത് യോബും ശ്രദ്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ കാറിന്റെ അകത്തുണ്ടായിരുന്ന വ്യക്തി ഗാമിനെ ഇടിക്കുവാനായിട്ടെന്നുള്ള രീതിക്കായിരുന്നു കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കണ്ടിട്ടുണ്ടായിരുന്ന ജൂണും ഗാമിനെ രക്ഷിക്കുവാനായിട്ട് അവനെ തള്ളി മാറ്റുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ ഗാമിൻ അതിനേക്കാളും ഫാസ്റ്റ് ആയിരുന്നു. ഗാമിനാകട്ടെ ജൂണിനെ കൂടി രക്ഷിക്കുന്നുണ്ട്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.